ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ശ്രുതീസ് ലേണിംഗ് സ്ക്വയറിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കായികവുമായിട്ട് ബേസ്ഡ് ആയിട്ടുള്ള ഒരു 100 ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ അതിനകത്ത് 44 ക്വസ്റ്റ്യൻസ് പ്രീവിയസ് ഇയേഴ്സിൽ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നിയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ക്ലാസ് ശ്രദ്ധയോടെ കേൾക്കുക. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. പയ്യോളി എക്സ്പ്രസ് എന്നറിയപ്പെടുന്ന കായിക താരന്മാരാണ് പി.ടി. ഉഷയാണ്. പയ്യോളി എക്സ്പ്രസ് എന്നറിയപ്പെടുന്ന കായിക താരം ഇമ്പോർട്ടൻ്റ് ആണ്. കേരളം ആദ്യമായി സന്തോഷ് ട്രോഫി കിരീടം നേടിയ വർഷം ഏതാണ്? 1973 കേരളം ആദ്യമായി സന്തോഷ് ട്രോഫി കിരീടം നേടിയ വർഷം. ദേശീയ ഗെയിംസിന് വേണ്ടി റൺ കേരള റൺ തീം സോങ് എഴുതിയത് ആരാണ്? ONV കുറുപ്പാണ് റൺ കേരള റൺ എന്ന തീം സോങ് എഴുതിയത്. ആദ്യമായി ഇന്ത്യൻ ഒളിമ്പിക്സ് ടീമിനെ നയിച്ച വനിത ആരാണ്? ഷൈനി വിൽസൺ ആണ് ആദ്യമായി ഇന്ത്യൻ ഒളിമ്പിക്സ് ടീമിനെ നയിച്ച വനിത. കേരളത്തിലെ ആദ്യ അക്വാട്ടിക് സമുച്ചയം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? പിറപ്പൻകോടാണ്, തിരുവനന്തപുരത്ത്. ഓക്കെ, പിറപ്പൻകോട്, തിരുവനന്തപുരം. അർജുന അവാർഡ് നേടിയ ആദ്യ മലയാളി വനിത ആരാണ്? ഏലമ്മയാണ്. ഏലമ്മയ്ക്കാണ് അർജുന അവാർഡ് ആദ്യമായി ലഭിച്ച മലയാളി വനിത. അർജുന അവാർഡ് നേടിയ ആദ്യ മലയാളി ഫുട്ബോൾ താരം ആരാണ്? IM വിജയനാണ്. അർജുന അവാർഡ് നേടിയ ആദ്യ മലയാളി ആരാണ്? IM വിജയൻ. പത്മശ്രീ അവാർഡ് നേടിയ ആദ്യത്തെ മലയാളി കായിക താരമാരാണ്? PT ഉഷ. പത്മശ്രീ അവാർഡ് നേടിയ ആദ്യത്തെ മലയാളി കായിക താരമാരാണ്? PT ഉഷ. ഇന്ത്യൻ സ്പോർട്സിലെ ഗോൾഡൻ ഗേൾ എന്നറിയപ്പെടുന്ന ആരാണ്? PT ഉഷയാണ് ഇന്ത്യൻ സ്പോർട്സിലെ ഗോൾഡൻ ഗേൾ എന്നറിയപ്പെടുന്നത്. നെക്സ്റ്റ് വൺ നോക്കാം. ഒളിമ്പിക്സിൽ പങ്കെടുത്ത ആദ്യ മലയാളി താരമാരാണ്? PT ഉഷയാണ് ഒളിമ്പിക്സിൽ പങ്കെടുത്ത ആദ്യ മലയാളി താരം. ഏഷ്യയിലെ സ്പ്രിന്റ് റാണി എന്നറിയപ്പെടുന്ന ആരാണ്? PT ഉഷയാണ്. ഉഷ സ്കൂൾ ഓഫ് അത്ലറ്റിക്സ് സ്ഥിതി ചെയ്യുന്ന എവിടെയാണ്? കൊയിലാണ്ടിയാണ്. കൊയിലാണ്ടി കോഴിക്കോടാണ്. നെക്സ്റ്റ് വൺ. PT ഉഷ നേരിയ വ്യത്യാസത്തിൽ വെങ്കലം നഷ്ടപ്പെട്ട ഒളിമ്പിക്സ് വേദി ഏതായിരുന്നു? ലോസ് ഏഞ്ചൽസ് ആണ്. ഓക്കെ, ലോസ് നമ്മുടെ പേരിൽ തന്നെയുണ്ട്, ലോസ് കേട്ടോ, ലോസ് ഏഞ്ചൽസ്. കേരള കായിക ദിനം ആരുടെ ജന്മദിനമാണ്? GV രാജയുടെ ജന്മദിനമാണ് കേരള കായിക ദിനം. എന്നാണത്? ഒക്ടോബർ 13 കേരളത്തിലെ പരമോന്നത സ്പോർട്സ് പുരസ്കാരം ഏതാണ്? GV രാജ പുരസ്കാരമാണ് കേട്ടോ. കേരളത്തിലെ പരമോന്നത സ്പോർട്സ് പുരസ്കാരം ഏതാണ്? GV രാജ പുരസ്കാരം. നെക്സ്റ്റ് നോക്കാം. കായിക കേരളത്തിൻ്റെ പിതാവ് എന്ന് വിശേഷിപ്പിക്കുന്ന ആരെയാണ്? കായിക കേരളത്തിൻ്റെ പിതാവ് എന്ന് വിശേഷിപ്പിക്കുന്നത് കേണൽ ഗോദവർമ്മ രാജയാണ്. കേരളത്തിലെ ആദ്യത്തെ സ്പോർട്സ് സ്കൂൾ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? തിരുവനന്തപുരത്താണ് കേരളത്തിലെ ആദ്യത്തെ സ്പോർട്സ് സ്കൂൾ സ്ഥിതി ചെയ്യുന്നത്. ജിമ്മി ജോർജ് ഇൻഡോർ സ്റ്റേഡിയം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ജിമ്മി ജോർജ് ഇൻഡോർ സ്റ്റേഡിയം എവിടെയാണ്? വെള്ളയാമ്പലം, തിരുവനന്തപുരത്താണ്. രാജീവ് ഗാന്ധി ഖേൽ രത്ന അവാർഡ് നേടിയ ആദ്യ മലയാളി കായിക താരമാരാണ്? ബീന മോൾ ആണ് കേട്ടോ. രാജീവ് ഗാന്ധി ഖേൽ രത്ന അവാർഡ് നേടിയ ആദ്യ മലയാളി കായിക താരമാരാണ്? ബീന മോൾ. സെബാസ്റ്റ്യൻ സേവ്യർ ഏത് മേഖലയുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? നീന്തലാണ് കേട്ടോ. സെബാസ്റ്റ്യൻ സേവ്യർ ഏത് മേഖലയായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? നീന്തലാണ്. ഒളിമ്പിക്സിൽ പങ്കെടുത്ത മലയാളിയായ നീന്തൽ താരമാരാണ്? സെബാസ്റ്റ്യൻ സേവ്യർ ആണ്. ഏഷ്യൻ ഗെയിംസിൽ സ്വർണം നേടിയ ആദ്യ മലയാളി വനിത ആരാണ്? MD വത്സമ്മയാണ്. ഓർത്ത് വയ്ക്കുക, ഏഷ്യൻ ഗെയിംസിൽ സ്വർണം നേടിയ ആദ്യ മലയാളി വനിത ആരാണ്? MD വത്സമ്മ. ഇന്ത്യയുടെ സുവർണ താരം എന്നറിയപ്പെടുന്ന കായിക താരമാരാണ്? PT ഉഷയാണ്. സുവർണ താരം എന്നറിയപ്പെടുന്ന കായിക താരം PT ഉഷ. നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്ന കായൽ ഏതാണ്? പുന്നമട കായലാണ് നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്ന കായൽ. നെക്സ്റ്റ് വൺ നോക്കാം. TC യോഹന്നാന് അർജുന അവാർഡ് ലഭിച്ചത് ഏത് കായിക വിഭാഗത്തിലാണ്? TC യോഹന്നാനാണ് കേട്ടോ. ഏത് കായിക വിഭാഗത്തിലാണ്? അത്ലറ്റിക്സിലാണ്. ഒളിമ്പിക്സ് അത്ലറ്റിക്സ് സെമി ഫൈനലിൽ എത്തിയ ആദ്യ കേരളീയ വനിത ആരാണ്? ഷൈനി വിൽസൺ ആണ് കേട്ടോ. ഒളിമ്പിക്സ് അത്ലറ്റിക്സിൽ സെമി ഫൈനലിൽ എത്തിയ ആദ്യ കേരളീയ വനിത ആരാണ്? ഷൈനി വിൽസൺ. ദ്രോണാചാര്യ അവാർഡ് നേടിയ ആദ്യ മലയാളി ആരാണ്? ദ്രോണാചാര്യ അവാർഡ് നേടിയ ആദ്യ മലയാളി ആരാണ്? OM നമ്പ്യാറാണ്. ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൽ ഇടം നേടിയ ആദ്യ സമ്പൂർണ്ണ മലയാളി ആരാണ്? ടിനു യോഹന്നാൻ. ഓക്കെ, ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൽ ഇടം നേടിയ ആദ്യ സമ്പൂർണ്ണ മലയാളി ടിനു യോഹന്നാൻ. 2007 ക്രിക്കറ്റ് ലോകകപ്പിൽ ഇന്ത്യൻ ടീമിൽ ഉൾപ്പെട്ട കേരളീയ ക്രിക്കറ്റ് താരമാരാണ്? ശ്രീശാന്ത് ആണ്. ആരുടെ പേരിലാണ് കൊച്ചിയിലെ കലൂർ ഇൻ്റർനാഷണൽ സ്റ്റേഡിയം അറിയപ്പെടുന്നത്? ജവഹർലാൽ നെഹ്റുവിൻ്റെ പേരിലാണ് കേട്ടോ. സന്തോഷ് ട്രോഫി മത്സരം ഏത് കളിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഫുട്ബോളാണ് സന്തോഷ് ട്രോഫി. IM വിജയൻ്റെ പേര് ഏത് കളിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഫുട്ബോൾ തന്നെയാണ്. നെക്സ്റ്റ് വൺ നോക്കാം. കേരളത്തിൽ ആദ്യമായി രാജ്യാന്തര ക്രിക്കറ്റ് മത്സരം നടന്നത് എവിടെയാണ്? തിരുവനന്തപുരത്താണ് കേരളത്തിൽ ആദ്യമായി രാജ്യാന്തര ക്രിക്കറ്റ് മത്സരം നടന്നത്. 1985 ഇന്ത്യൻ ടീമിൻ്റെ നായകനായിരുന്ന മലയാളി വോളിബോൾ താരമാരായിരുന്നു? ജിമ്മി ജോർജ് ആണ് കേട്ടോ. 1985 ഇന്ത്യൻ ടീമിൻ്റെ നായകനായിരുന്ന മലയാളി വോളിബോൾ താരമാരാണ്? ജിമ്മി ജോർജ്. വോളിബോളിൽ ഒരു ടീമിലെ കളിക്കാരുടെ എണ്ണം എത്രയാണ്? 6 പേരാണ് വോളിബോളിൽ ഒരു ടീമിൻ്റെ കളിക്കാരുടെ എണ്ണം. ഹാട്രിക് ഗോളോടെ കേരളത്തിന് ആദ്യ സന്തോഷ് ട്രോഫി നേടിക്കൊടുത്താരാണ്? മണിയാണ്. കളരിപ്പയറ്റിലെ അവസാനത്തെ അടവിൻ്റെ പേരെന്താണ്? പൂഴിക്കടകൻ. കളരിപ്പയറ്റിലെ അവസാനത്തെ അടവിൻ്റെ പേരെന്താണ്? പൂഴിക്കടകൻ. ഇന്ത്യൻ ഹോക്കി ടീമിൻ്റെ ക്യാപ്റ്റനായ ആദ്യ മലയാളി ആരാണ്? PR ശ്രീജേഷാണ് ഇന്ത്യൻ ഹോക്കി ടീമിൻ്റെ ക്യാപ്റ്റനായ ആദ്യ മലയാളി.
നെക്സ്റ്റ് വൺ നോക്കാം. കേരള കായിക ദിനം എന്നാണ് ഒക്ടോബർ 13. നമുക്കറിയാം സംസ്ഥാന കായിക ദിനമായിട്ട് ആചരിക്കുന്ന ഒക്ടോബർ 13 GV രാജയുടെ ജന്മദിനമാണ് ഒക്ടോബർ 13. നെക്സ്റ്റ് വൺ, കോമൺവെൽത്ത് ഗെയിംസിൽ മെഡൽ നേടിയ ആദ്യ ഇന്ത്യൻ മലയാളി വനിത ആരാണ്? അഞ്ജു ബോബി ജോർജ് ആണ് കേട്ടോ. കോമൺവെൽത്ത് ഗെയിംസിൽ മെഡൽ നേടിയ ആദ്യ ഇന്ത്യൻ മലയാളി വനിത ആരാണ്? അഞ്ജു ബോബി ജോർജ്. നെക്സ്റ്റ് വൺ, ഹോക്കിയിൽ ഒളിമ്പിക്സിൽ മെഡൽ നേടിയ ആദ്യ മലയാളി ആരാണ്? മാനുവൽ ഫെഡറിക് ആണ് കേട്ടോ. അതായത് ഒളിമ്പിക്സ് മെഡൽ നേടിയ ഇന്ത്യൻ ഹോക്കി ടീമിലെ അംഗമായിട്ടുള്ള ഒരേ ഒരു കേരളീയൻ ആരാണ്? മാനുവൽ ഫെഡറിക്. ഓക്കെ, അടുത്ത് നോക്കാം. റിയോ ഒളിമ്പിക്സിൽ ഹോക്കിയിൽ പങ്കെടുത്ത ആദ്യ മലയാളി താരം ആരാണ്? PR ശ്രീജേഷ് ആണ്. റിയോ ഒളിമ്പിക്സിൽ ഹോക്കിയിൽ പങ്കെടുത്ത ആദ്യ മലയാളി താരമാരാണ്? PR ശ്രീജേഷ്. ഏറ്റവും കൂടുതൽ തവണ സന്തോഷ് ട്രോഫി വിജയായത് ബംഗാളാണ് കേട്ടോ. 32 തവണയാണ് ബംഗാൾ വിജയായത്. ടെസ്റ്റ് ക്രിക്കറ്റിൽ സെഞ്ചുറി നേടിയ ആദ്യ മലയാളി ആരാണ്? കരുൺ നായരാണ്. ടെസ്റ്റ് ക്രിക്കറ്റിൽ സെഞ്ചുറി നേടിയ ആദ്യ മലയാളി ആരാണ്? കരുൺ നായർ. നെക്സ്റ്റ് നോക്കാം. 20 മത്സരത്തിന് കേരളത്തിലെ ആദ്യ വേദി ഏതാണ്? ഗ്രീൻഫീൽഡ് സ്റ്റേഡിയമാണ്. ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയം എവിടെയാണ്? കലൂർ, കൊച്ചി. രാജീവ് ഗാന്ധി ഇൻഡോർ സ്റ്റേഡിയവും കൊച്ചിയിലാണ്. ചന്ദ്രശേഖർ നായർ സ്റ്റേഡിയം എവിടെയാണ്? തിരുവനന്തപുരം. ഗ്രീൻഫീൽഡ് സ്റ്റേഡിയം നമ്മൾ പറഞ്ഞു തിരുവനന്തപുരം. ജിമ്മി ജോർജ് സ്റ്റേഡിയം എവിടെയാണ്? തിരുവനന്തപുരം. ലാൽ ബഹാദൂർ ശാസ്ത്രി കോർപ്പറേഷൻ സ്റ്റേഡിയം എവിടെയാണ്? കൊല്ലമാണ്. ലാൽ ബഹാദൂർ ശാസ്ത്രി കോർപ്പറേഷൻ സ്റ്റേഡിയം കൊല്ലം. അന്താരാഷ്ട്ര ആസ്ട്രോ ടർഫ് ഹോക്കി സ്റ്റേഡിയം എവിടെയാണ്? അതും കൊല്ലത്താണ്. അന്താരാഷ്ട്ര ആസ്ട്രോ ടർഫ് ഹോക്കി സ്റ്റേഡിയം കൊല്ലം. EMS സ്റ്റേഡിയം എവിടെയാണ്? കോഴിക്കോടാണ് EMS സ്റ്റേഡിയം. കൃഷ്ണഗിരി സ്റ്റേഡിയം വയനാടാണ് കേട്ടോ. കൃഷ്ണഗിരി സ്റ്റേഡിയം വയനാട്. IPL 2020യുടെ വേദി ഏതാണ്? UAE ആണ്. IPL 2020. IPL 2020യുടെ ടൈറ്റിൽ സ്പോൺസർ ആരാണ്? Dream11 ആണ്. IPL 2020 ജേതാക്കൾ ആരാണ്? മുംബൈ ഇന്ത്യൻസ് ആണ്. ഏറ്റവും കൂടുതൽ IPL കിരീടം നേടിയ ടീം ഏതാണ്? മുംബൈ ഇന്ത്യൻസ് ആണ് കേട്ടോ. ഏറ്റവും കൂടുതൽ IPL കിരീടം നേടിയ ടീം ഏതാണ്? മുംബൈ ഇന്ത്യൻസ്. നെക്സ്റ്റ് നോക്കാം. IPL 2020 റണ്ണേഴ്സ് അപ്പ് ആരാണ്? ഡൽഹി ക്യാപിറ്റൽസ് ആണ്. IPL 2020 ഏറ്റവും കൂടുതൽ റൺസ് നേടിയതിനുള്ള ഓറഞ്ച് ക്യാപ്പ് നേടിയതാരാണ്? KL രാഹുൽ ആണ് കേട്ടോ. പഞ്ചാബ് ടീമിലെ KL രാഹുലാണ് ഓറഞ്ച് ക്യാപ്പ് നേടിയത്. IPL 2020 ഏറ്റവും കൂടുതൽ വിക്കറ്റ് നേടിയതിനുള്ള പർപ്പിൾ ക്യാപ്പ് നേടിയതാരാണ്? കാഗിസോ റബാഡയാണ് പർപ്പിൾ ക്യാപ്പ് കിട്ടിയത്. ഡൽഹി ക്യാപിറ്റൽസ് ആണ് കേട്ടോ. IPL 2020യുടെ എമേർജിംഗ് പ്ലെയർ പുരസ്കാരം നേടിയതാരാണ്? ദേവദത്ത് പടിക്കലാണ്. റോയൽ ചാലഞ്ചേഴ്സ് ബാംഗ്ലൂർ ആണ് കേട്ടോ. IPL 2020യുടെ എമേർജിംഗ് പ്ലെയർ പുരസ്കാരം നേടിയതാരാണ്? ദേവദത്ത് പടിക്കൽ, റോയൽ ചാലഞ്ചേഴ്സ് ബാംഗ്ലൂരാണ്. IPLൽ 200 മത്സരം തികച്ച ആദ്യ താരമാരാണ്? മഹേന്ദ്ര സിംഗ് ധോണിയാണ്. IPLൽ 200 മത്സരം തികച്ച ആദ്യ താരം ആരാണ്? മഹേന്ദ്ര സിംഗ് ധോണി. IPLൽ ഏറ്റവും കൂടുതൽ കിരീടം നേടിയ ക്യാപ്റ്റൻ ആരാണ്? രോഹിത് ശർമ്മയാണ്. നെക്സ്റ്റ് വൺ, അടിസ്ഥാന തലത്തിൽ കായികരംഗം വികസിപ്പിക്കുന്നതിനും കായിക പ്രതിഭകളെ വാർത്തെടുക്കുന്നതിനുമായി കേന്ദ്ര സർക്കാർ നടപ്പാക്കുന്ന പുതിയ പദ്ധതി ഏതാണ്? ഖേലോ ഇന്ത്യയാണ് കേട്ടോ. ഇനി അന്താരാഷ്ട്ര ഫുട്ബോളിൽ 50 ഗോൾ നേടിയ ആദ്യ ഇന്ത്യൻ താരമാരാണ്? സുനിൽ ഛേത്രി. അന്താരാഷ്ട്ര ഫുട്ബോളിൽ 50 ഗോൾ നേടിയ ആദ്യ ഇന്ത്യൻ താരമാരാണ്? സുനിൽ ഛേത്രി. നെക്സ്റ്റ് വൺ നോക്കാം. ഫിഫ കപ്പ് ഏത് കളിയുമായി ബന്ധപ്പെട്ടതാണ്? ഫുട്ബോളാണ്. ചൈനയിലെ വുഹാനിൽ നടന്ന ഏഷ്യൻ അത്ലറ്റിക് 21ാം ചാമ്പ്യൻഷിപ്പിൽ ടിൻഡു ലൂക്കയ്ക്ക് സ്വർണം ലഭിച്ചത് വനിതകളുടെ ഏത് ഇനത്തിലാണ്? 800 മീറ്റർ ഓട്ടത്തിലാണ് കേട്ടോ. നെക്സ്റ്റ് വൺ നോക്കാം. ആഗഖാൻ കപ്പ് ഏത് കളിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഹോക്കിയാണ് ആഗഖാൻ കപ്പ്. ഇനി അമേരിക്കയുടെ ദേശീയ വിനോദം ഏതാണ്? ബേസ്ബോൾ ആണ്. ബുള്ളി എന്ന പദം ഏത് കളിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഹോക്കിയായിട്ടാണ് ബുള്ളി ബന്ധപ്പെട്ടിരിക്കുന്നത്. നെക്സ്റ്റ് നോക്കാം. ഏറ്റവും അധികം തവണ ഏഷ്യൻ ഗെയിംസിന് വേദിയായിട്ടുള്ള നഗരം ഏതാണ്? ബാങ്കോക്ക് ആണ്. 1948 ലണ്ടൻ ഒളിമ്പിക്സിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച വ്യക്തി ആരാണ്? TM വർഗീസ് ആണ് കേട്ടോ. ഫുട്ബോളിലാണ്. 1948 ലണ്ടൻ ഒളിമ്പിക്സിൽ ഓർത്ത് വയ്ക്കുക. ഇനി അന്താരാഷ്ട്ര ഏകദിന ക്രിക്കറ്റിൽ ഇരട്ട സെഞ്ചുറി നേടിയ ആദ്യ താരമാരാണ്? സച്ചിൻ ടെണ്ടുൽക്കർ ആണ്. അന്താരാഷ്ട്ര ഏകദിന ക്രിക്കറ്റിൽ ഇരട്ട സെഞ്ചുറി നേടിയ ആദ്യ താരം. നെക്സ്റ്റ് നോക്കാം. ഐസ് ഹോക്കി ഏത് രാജ്യത്തിൻ്റെ ദേശീയ കളിയാണ്? കാനഡയുടെ ആണ് കേട്ടോ ഐസ് ഹോക്കി. ഇനി കായിക താരം യെലേന ഇസിൻബയേവ ഏത് ഇനത്തിലാണ് പ്രശസ്തിയായത്? പോൾ വാൾട്ടിലാണ് യെലേന ഇസിൻബയേവ പ്രശസ്തിയായത്. 2 ഒളിമ്പിക്സ് മത്സരങ്ങളിൽ തുടർച്ചയായി ട്രിപ്പിൾ നേടിയ ആദ്യ അത്ലറ്റ് ആരാണ്? ഉസൈൻ ബോൾട്ട് ആണ് കേട്ടോ. 2 ഒളിമ്പിക്സ് മത്സരങ്ങളിൽ തുടർച്ചയായി ട്രിപ്പിൾ നേടിയ ആദ്യ അത്ലറ്റ് ആരാണ്? ഉസൈൻ ബോൾട്ട്. അടുത്ത് നോക്കാം. റാഫേൽ നദാൽ ഏത് രാജ്യത്തെ ടെന്നീസ് താരമാണ്? സ്പെയിനാണ്. റാഫേൽ നദാൽ സ്പെയിനാണ്. മേജർ ധ്യാൻചന്ദ് ഏത് കളിയിലാണ് പ്രശസ്തനായിരുന്നത്? ഹോക്കിയിലാണ് ധ്യാൻചന്ദ്. വനിതകളുടെ 100 മീറ്റർ 200 മീറ്റർ സ്പ്രിന്റ് ഇനങ്ങളിൽ ലോക ഒളിമ്പിക്സ് റെക്കോർഡുകൾ ആരുടെ പേരിലാണുള്ളത്? ഫ്ലോറൻസ് ഗ്രിഫത്ത് ജോയ്നർ ആണ് കേട്ടോ. ഓർത്ത് വയ്ക്കുക, ഫ്ലോറൻസ് ഗ്രിഫത്ത് ജോയ്നർ. നെക്സ്റ്റ് നോക്കാം. 2020 അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ 6 പന്തുകളിൽ നിന്ന് 36 റൺസ് നേടിയ ഏക ഇന്ത്യൻ താരമാരാണ്? യുവരാജ് സിംഗ് ആണ്.
ഒളിമ്പിക്സ് ചിഹ്നത്തിലെ 5 വളയങ്ങളിൽ നീലവളയം ഏത് ഭൂഖണ്ഡത്തെ സൂചിപ്പിക്കുന്നു? യൂറോപ്പാണ് കേട്ടോ. നീലവളയം യൂറോപ്പ്. ബംഗ്ലാദേശിലെ ദേശീയ കായിക വിനോദം ഏതാണ്? കബഡിയാണ്. ബംഗ്ലാദേശിലെ ദേശീയ കായിക വിനോദം കബഡി. നെക്സ്റ്റ് വൺ നോക്കാം. പ്രശസ്ത വോളിബോൾ താരമായ ജിമ്മി ജോർജിൻ്റെ ജന്മസ്ഥലം ഏതാണ്? കണ്ണൂരാണ്. പേരാവൂർ എന്ന് പറയും. ഇംഗ്ലീഷ് ചാനൽ നീന്തിക്കടന്ന ആദ്യ ഇന്ത്യൻ വനിതാ നീന്തൽ താരമാരാണ്? ആരതി സാഹ. പാക് കടലെടുക്ക് നീന്തിക്കടന്ന ആദ്യ ഇന്ത്യൻ നീന്തൽ താരമാരാണ്? മിഹിർ സെൻ. പാക് കടലെടുക്ക് നീന്തിക്കടന്ന ആരാണ്? മിഹിർ സെൻ. നെക്സ്റ്റ് വൺ നോക്കാം. കായിക രംഗത്തെ ഓസ്കാർ എന്നറിയപ്പെടുന്ന ലോറസ് അവാർഡ് നേടിയ ആദ്യ ഇന്ത്യൻ കായിക താരമാരാണ്? സച്ചിൻ ടെണ്ടുൽക്കർ ആണ് കേട്ടോ. ഓർത്ത് വയ്ക്കാം. ഇന്ത്യൻ നാഷണൽ അസോസിയേഷൻ ഓഫ് അത്ലറ്റിക് ഫെഡറേഷൻ പുരസ്കാരം നൽകി ആദരിച്ച ആദ്യ ഇന്ത്യൻ കായിക താരമാരാണ്? പി.ടി. ഉഷ. നെക്സ്റ്റ് വൺ നോക്കാം. ചെസ് ഗ്രാൻഡ് മാസ്റ്റർ പദവി നേടിയ ഏറ്റവും പ്രായം കുറഞ്ഞ മലയാളി താരമാരാണ്? നിഹാൽ സരിനാണ്. ലോക ഷൂട്ടിംഗ് ചാമ്പ്യൻഷിപ്പിൽ സ്വർണം നേടിയ ആദ്യ ഇന്ത്യക്കാരനാരാണ്? അഭിനവ ബിന്ദ്ര. നെക്സ്റ്റ് വൺ നോക്കാം. ബോക്സിങ്ങിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ജാക്ക് ബ്രോട്ടൺ. ബോക്സിങ്ങിൻ്റെ പിതാവ് ജാക്ക് ബ്രോട്ടൺ. ഇന്ത്യയിൽ ഷൂട്ടിംഗ് കായിക വിനോദത്തിൻ്റെ ഉന്നമനത്തിനായി സ്ഥാപിതമായ സംഘടന ഏതാണ്? നാഷണൽ റൈഫിൾ അസോസിയേഷൻ ഓഫ് ഇന്ത്യ ആണ് കേട്ടോ. NRAI, നാഷണൽ റൈഫിൾ അസോസിയേഷൻ ഓഫ് ഇന്ത്യ. ഇനി വേൾഡ് ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിൽ മെഡൽ നേടിയ ആദ്യ ഇന്ത്യക്കാരനാരാണ്? വിജേന്ദർ സിംഗ് ആണ് വേൾഡ് ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിൽ മെഡൽ നേടിയ ആദ്യ ഇന്ത്യക്കാരൻ. നെക്സ്റ്റ് ഒന്ന് നോക്കാം. മാഗ്നിഫിഷ്യൻ്റ് മേരി എന്നറിയപ്പെടുന്ന താരമാരാണ്? മേരി കോം ആണ്. പൂന ഗെയിം എന്നറിയപ്പെടുന്ന കായിക വിനോദം ഏതാണ്? ബാഡ്മിൻ്റൺ. GV രാജ പുരസ്കാരത്തിൻ്റെ അവാർഡ് തുക എത്രയാണ്? 3 ലക്ഷമാണ് കേട്ടോ. GV രാജ പുരസ്കാരത്തിൻ്റെ അവാർഡ് തുക എത്രയാണ്? 3 ലക്ഷം രൂപ. നെക്സ്റ്റ് വൺ നോക്കാം. കായിക താരങ്ങൾക്ക് പെൻഷൻ ഏർപ്പെടുത്തിയ ആദ്യ സംസ്ഥാനം ഏതാണ്? കേരളം. കായിക നിയമം നിലവിൽ വന്ന ആദ്യ സംസ്ഥാനം ഏതാണ്? കേരളം. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ക്രിക്കറ്റ് സ്റ്റേഡിയം ഏതാണ്? കൃഷ്ണഗിരി സ്റ്റേഡിയമാണ്, വയനാട്. ഗൂഗിളി ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ക്രിക്കറ്റാണ്. ബുൾസ് ഐ ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഷൂട്ടിംഗ് ആണ്.